ഉം. എന്താ പ്രസിഡന്റ്, തെറ്റെന്തെങ്കിലും ഉണ്ടോ? തെറ്റൊന്നുമില്ല. ഈ കരയോഗം പ്രസിഡന്റ് KP സഹദേവൻ നായർ കുറച്ച് ചെറുതായോന്നൊരു സംശയം. KP സഹദേവൻ ചെറുതായിക്കോട്ടെ, നായർ കുറച്ചുകൂടെ ബോൾഡായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു എടുപ്പുണ്ടായേനെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ ഈ പേരിന്റെ മുമ്പിൽ കൂടി നമുക്കൊരു നായർ അങ്ങോട്ട് ചേർത്താലോ? ഈ തോമസ് ചാണ്ടി തോമസ് എന്നൊക്കെ പറയണ പോലെ നായർ സഹദേവൻ നായർ എങ്ങനെ ഉണ്ടാവും? നായർ സഹദേവൻ നായർ. ചെന്നാട്ടെ രാവിലെ ഫണ്ട് പിരിവൊക്കെ ഉള്ളല്ലേ. ചെന്നാട്ടെ, ചായയൊക്കെ കുടിച്ചല്ലോ. ചെന്നാട്ടെ. കരയോഗം മൊത്തം ഉണ്ടല്ലോ. നീർക്കോലികൾ പോയപ്പോ ദേ വരുന്നു മൂർഖൻ. ദേ, നമ്മുടെ ആരോഗ്യം കരയോഗത്തിന്റെ ആദ്യത്തെ നോട്ടീസാ. പിടിച്ചാട്ടെ. അപ്പൊ ഓക്കെ അല്ല സാറേ. രമണ, ശാരിക്ക് കല്യാണാലോചനയായിട്ടാണ് നീ വന്നതെങ്കിൽ വെറുതെ നിന്ന് സമയം കളയണ്ട. എന്നെ കാണുമ്പോ തന്നെ വേണ്ടെന്ന് പറയല്ലേ സാറേ. കൊച്ചിന് വയസ്സങ്ങനെ കൂടി വരിക. ഇന്നത്തെ കാലത്ത് 20 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇവിടെ നിപ്പില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ അടുത്ത് നല്ലൊരു പയ്യനുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ എന്നെ കിട്ടില്ല. എന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. അറിയാം, പറയാങ്കളെ. താൻ ചെന്നാട്ടെ. അതെ, ഈ ഫോട്ടോ ഒന്ന് നോക്കി. അയ്യോ വേണ്ട രമണ, ഈ ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്യുന്ന പരിപാടി എന്റെ കല്യാണത്തോടെ ഞാനങ്ങ് നിർത്തി. ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല രമണ. മനസ്സിലായില്ലേ? ഇല്ല. എന്നെ ആക്കിയത് അത്രയ്ക്ക് വലിയ ചിരിയൊന്നും വേണ്ട. അവള് പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് എങ്ങനെ കല്യാണത്തിൽ ഒരു ദിവസം പഠിച്ചില്ലാന്ന് വെച്ചു ഒന്നും സംഭവിക്കാൻ. ഇതെന്താ കല്യാണത്തിനൊന്നും പഠിക്കണം? ഇയാളിനി പണിയാവോ? നോക്കാം. 1 മിനിറ്റ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യം. എന്താ? ആദ്യ രാത്രിയിൽ നീ എന്നോട് പറഞ്ഞ ഡയലോഗില്ലേ, ഞാൻ മറന്നിട്ടില്ല. ഓ, അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. രുക്മിണി, എന്റെ നെഞ്ചങ്ങ് കാളിപ്പോയി. ആ ഒരൊറ്റ ഡയലോഗിലാണ് ഞാൻ ഇത്രയും കൊല്ലം പിടിച്ചു നിന്നത്. രമണ, കാശ് പഞ്ഞ മാസത്തിൽ ആരെങ്കിലും കാശ് വെക്കാം. ചിങ്ങ മാസത്തിൽ കാശ് പഴത്തിന് കാശ് വെക്കൂ. ഇതെന്താണ്? എടാ പട എണീറ്റ് പോ. വല്ല കടന്നിലും വാടാ. നീ കാലത്തെ ചെത്തിമിനിങ്ങി എങ്ങോട്ടാ? ഓ, ഒന്നുമില്ല. പിന്നെ എന്ത് സുഖം. ഒരു കല്യാണം നടത്തി കൊടുത്തിട്ട് എത്ര കാലമായി. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ഇപ്പൊ തന്നെ ആ സഹദേവൻ സാറിന്റെ മോളുടെ കല്യാണാലോചനയ്ക്ക് ചെന്നതാ. ആ കൊച്ചിനെ ഇപ്പൊ കെട്ടിക്കണൂല. ഓ, സമാധാനമായി. എന്തിന്? അല്ല, ചേട്ടന്റെ കാര്യം ഓർത്ത് സമാധാനം പോയിന്ന് പറഞ്ഞതാ. അതൊക്കെ പോട്ടെ. ഓരോരോ പിടിവാശിയായി. പഠിത്തം കഴിഞ്ഞ കല്യാണം ഉള്ളൂ. മതി, പഠിക്കട്ടെ. എന്റെ പിള്ളേരൊക്കെ എങ്ങനെ പഠിക്കുവാകും? വാ. ഇന്നും വീട്ടിൽ പോയിട്ടുണ്ടാവും, അത് ഉറപ്പല്ലേ? അതെ, ഈ പഠിത്തം എന്നാ കഴിയാ? ഞായറാഴ്ച പഠിത്തല്ലേ രമണേട്ടാ? എടി, നാളെ കാണാം. ഇപ്പൊ ഇതാണോ പണി? ഞാനെന്ത് നേരായിട്ടും പറഞ്ഞതായിരിക്കും. അല്ലെ, കുറെ കാലായിട്ട് എന്റെ ഫോട്ടോ. അല്ല, പിന്നെ കാശൊന്നുമില്ല. ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര മോശം. അതുകൊണ്ടാ സഹായിക്കാന്ന് വിചാരിച്ചിട്ട്. സത്യമായിട്ട് ശരി, നിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ചുമ്മാ. അല്ല, എനിക്കൊരു കാര്യം പറയാൻ. അയ്യോ, ഒന്നും പറ്റില്ല. ശരി, പോവില്ലേ? പ്രതിഷേധമാണ് സുഹൃത്തുക്കളെ, പ്രതിഷേധം. ഇടിമിന്നലേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. തന്റെ തലയിൽ ഒരെണ്ണം വീഴുന്നില്ലല്ലോ. ശരത്തെ, നീ ഇത്തവണ കയറുവാ അതോ വീണ്ടും പൊട്ടുവോ? മൈക്ക് ഓണായി പോയി. ഓഫ് ചെയ്യണം. വീട്ടിൽ ഷട്ടിൽ കോട്ടിൽ വാടാ. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, ശരി. അല്ലെ, ഞാൻ പറയാം. അപ്പൊ ഓക്കെ. ഫോൺ ചെയ്യടാ. ഇവനെയൊക്കെ ഉച്ചയ്ക്ക് ചോറ് പഠിച്ചു തരാട്ടാ. നഗ്മ, എടാ, കുറെ ദിവസമായിട്ട് നീ കണ്ടോണ്ടിരിക്കുവല്ലേ. ഒരാഴ്ച കൊണ്ട് ഉടുപ്പിന്റെ നീളമൊന്നും കുറയില്ല. ആരും പറഞ്ഞു? എന്റെ ഭാവനയിൽ ഞാൻ കുറയ്ക്കും. എന്തോന്നടേ നക്കുന്ന? എടാ, ഇത് മുഴുവൻ പൂപ്പലാടെ. എടാ, ഒന്ന് തുടച്ചു വെച്ചോടെ. എന്തുവാടേ ഇത്? അയ്യോ ചേട്ടാ, അത് ഓട്ടം കുറവുള്ള കാസറ്റാണ്. ഓട്ടം കുറവുള്ള കാസറ്റാ. അതുകൊണ്ട് നീ തുടക്കത്തില്ല. എടാ, അത് വിട്. എന്റെ അടുത്ത് ഏതെങ്കിലും ലവ് സ്റ്റോറി പറ. അത് കണ്ടിട്ട് അവൾ അപ്രോച്ച് ചെയ്യാം. ലവ് സ്റ്റോറി? എടാ, ദേ മൃഗയ കറക്റ്റ് ആണല്ലോ. പിന്നെ നിന്റെ കെട്ടപ്പ് ദേ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മാറ്റിയാൽ മതി, കറക്റ്റ് ആയിരിക്കും. എന്തുവാളെ ലവ് സ്റ്റോറി? ഇവിടെ നേരെ പറയാൻ നിനക്ക് പറ്റുന്നില്ല. അപ്പളാ സിനിമ കണ്ട് സിനിമയുടെ ഡയലോഗ് അതുപോലെ പറയാൻ പോകുന്നത്. നീ
ദിൽവാലെ ദുൽഖനെ എത്ര പ്രാവശ്യം കണ്ട്? 5 പ്രാവശ്യം കണ്ട്. ആ അതാ നിന്റെ കുഴപ്പം. ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാ മതിയായിരുന്നു. എടേ ഉമ്മുക്കുലുസ് വെച്ചാൽ കൊടുക്കല്ലേ കേട്ടോ. എടുത്തകത്ത് വെച്ചേ. അവൾ ഒരു പ്രാവശ്യം കണ്ടാ. അളിയ നീ എന്റെ കാര്യം പറ. എടാ 2 കൽപ്പിച്ച് നീ ഉള്ള കാര്യം അവളോട് തുറന്നു പറ. അല്ലെങ്കിൽ ഭാവിയിൽ എന്റെ അച്ഛന്റെ ഗതിയാവും. അതെന്ത് ഗതിയാ ചേട്ടാ? ഓ എടാ പാത്തിമ താത്തയുടെ അച്ഛന് മുടിഞ്ഞ പ്രേമമായിരുന്നല്ലോ. ആണാ? ആ താത്ത വീട്ടിൽ വന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ കാലി മാറി. അതെന്താ ചേട്ടാ? പാവം എന്റെ അച്ഛൻ. സുന്നത്ത് ചെയ്യാൻ പേടിയാ. അതൊക്കെ എന്റെ മാമൻ ആവേശ് കുമാർ. ഈ കാര്യത്തിന് മാമനെ വെല്ലാൻ വേറെ ആരും ഇല്ല. ഒരു പെണ്ണിനെ മതിൽ ചടിക്കാൻ എന്റെ മാമനെ പറ്റൂ. ചുമ്മാ അമ്മ ഇവിടെ ചാടിയോ? എടി ഇയാള് മോശമില്ല. സത്യം പറഞ്ഞ എത്രാമത്തെ ചാട്ടം എന്നിട്ട് ഞാൻ ചാടുള്ളൂ. ചാടിയില്ലേ? എടി ഇന്റെ അത് സ്വർണ്ണക്കല്ലേ? ആ ഉണ്ട്. എന്നെ പൊന്നു പോലെ നോക്കണ്ട എന്റെ ഉത്തരവാദിത്തം. എല്ലാം ഉണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ ആരുമില്ല, ഗേറ്റ് വഴി വരാന്ന്. എടി ഗേറ്റ് വഴി വന്നാൽ ആൾക്കാർ മതിൽ ചാടിയെന്നേ പറഞ്ഞു. വെറുതെ എന്തിനാ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാൻ നിൽക്കുന്നു? ആ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ധൈര്യം നീ വീട്ടിൽ വരുമല്ലോ. ഒന്ന് പറ്റിയ അപ്പ ചാടും പുല്ല്. വിജയ് ഇടിക്കൂല. ആരാ പോയത്? പെങ്ങളാ? ഒന്ന് ഉപദേശിച്ചൂടെ? അയ്യോ ചോര വന്ന്. അളി എങ്ങനെ ഇടിക്കൂലെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ഇടിച്ചേ മോശമായിപ്പോയി. പിന്നെ എങ്ങനെ ഇടിക്കേണ്ട കാര്യമല്ലേ? ഉറല്ലേ ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ ഞാൻ നന്നായിക്കോളും. അത്രയ്ക്കുള്ള ആവേശം എനിക്കുള്ളൂ. അളിയെ ബാക്ക് കയറി ഞാൻ മുന്നിൽ കയറിക്കണം. ബാക്കില് എടുത്തോ എടുത്തോ. അതിനാണ് എത്ര തുള്ളി. എടാ ഇന്ന് ഇവര് ജയിക്കുമ്പോൾ ഇവർക്ക് കളിക്കാൻ വരാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അത് പിന്നെ കുറച്ചും കൂടി അടുത്തിടപെടാൻ പറ്റിയ എന്തെങ്കിലും കളിന്റെ സുഖം. എന്നാ പിന്നെ കബഡി ആക്കിയാലോ? നാളെ മുതൽ കബഡിയാക്കാം. ഗംഭീര. നാളെ മുതൽ നിങ്ങൾ കബഡിയാക്കാം കേട്ടോ. അതെ നിങ്ങൾ നാളെ ബാറ്റൊന്നും കൊണ്ടുവരണ്ട. നിക്കറും ടീഷർട്ട് മതി. പോയെ ആ സുനിതേനോട് വരാൻ പറയണേ. എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതി. ഷോർട്ട്സ് ഇട്ടിട്ട് ആ മഞ്ജുവിനെ ഒന്ന് കാണണം. കാമുകൻ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരിപ്പുണ്ടല്ലോ. നീ എന്നെ പെണ്ണ് കാണാൻ വല്ലതും പോകുന്നുണ്ടോ? അതെല്ലാ ദിവസവും പോണല്ലേ. 4 നേരം ഷർട്ടും മാറി നടക്കുക. നിനക്ക് വന്ന് കളിച്ചാ എന്താ? ഓടാ അത് പറ്റൂല. എന്റെയും ഷാരിയുടെയും ടൈമിംഗ് തെറ്റും. അയ്യോ 5 മണിയായി. ഷാരി വരും. ശാരി 5 വയസ്സ് തൊട്ട് തുടങ്ങിയ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. നടക്കൂ ഓളെ കല്യാണം. അത് ഇവനായിട്ടല്ല. അല്ല പിന്നെ നീ ഇതുവരെ പട്ടി ചന്തയ്ക്ക് പോകുന്ന കണ്ടിട്ടില്ലല്ലോ. ചെന്നാ മതി. കറക്റ്റാ അല്ലേ? അതല്ലടാ, അറിയാവുന്ന പെണ്ണിന്റെ അടുത്ത് ഇഷ്ടം പറയുന്നതാണ് ലോകത്തെ ഏറ്റവും പാടുള്ള കാര്യം കേട്ടാ. എന്നാ പിന്നെ ഓളെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ട് പറയാം. അത് തന്നെ. അതല്ല അമ്മാവ, അവൾ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എന്തോ ഒരു ചങ്കിടിപ്പ. ആ ചങ്കിടിപ്പ് എനിക്ക് ഇല്ലാണ്ട് പോയത്. ആണോ? ഇവനെങ്ങനെ എന്റെ വരുവാനായി എനിക്ക് മനസ്സിലാവത്ത്. അവളെങ്ങാനും നോ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കൊരു മരുവ നഷ്ടപ്പെടും. ഒന്ന് ചുമ്മാ ഇരിക്കണം. നീങ്ങൊന്ന് ഇത് എങ്ങോട്ടുണ്ടോ? ഇത്ര അവിടെ കിടത്ത്. വണ്ടി എടുത്ത് ഞങ്ങൾ കളിക്കുന്ന സ്ഥലം അത്. വണ്ടി എടുത്ത് മാറ്റില്ല. നീ എന്താ ചില്ലടിച്ച് പൊട്ടിക്കോ? മണ്ടി അടിച്ചു പൊടിക്കാൻ ഞാൻ പാട്ടി. മാറ്റിക്കോ. പോട്ടെ ടെണ്ടുൽക്കറെ. പോടാ ഗവൺമെന്റ് ജോലി ഇട്ടിപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഞാൻ കൂടി റെക്കമെൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയെന്ന് മറക്കരുത് കേട്ടാ. എന്റെ മെമ്പറെ കണ്ടിട്ട് മനസ്സിലായില്ല. മെമ്പറിനെ ഞാനിങ്ങനെ മുണ്ടില്ലാതെ കണ്ടിട്ടില്ലല്ലോ. അല്ലാണ്ട് ഞാൻ മെമ്പറിനെ മറക്കോ? അയ്യോ